ഇസ്രായേലിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പൊ നോക്കി കാണേണ്ടത്. കാരണം ഗ്ലോബൽ ഫോക്കസ് മൊത്തം വീണ്ടും ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ ലെബനാൻ, ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ യമൻ, ഇസ്രായേൽ ഇറാൻ ആ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലെൻസ് എന്തിനാണ് അങ്ങോട്ട് ഫോക്കസ് ആവുന്ന പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നൊരു സംഭവം സംഭവിച്ചത്, ഇന്നലെ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ അമേരിക്കയോടൊപ്പം UK ചേർന്നുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു യമനിൽ. അപ്പൊ ഇതിന് ഈ ആക്രമണം നടത്താനുള്ള കാരണം അതിന്റെ തലേ ദിവസം ഹൂത്തികൾ മിസൈൽ ഇസ്രായേലിലേക്ക് വിടുകയും ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ ചെറിയ പാളിച്ച മൂലം അത് ഇസ്രായേലിന്റെ ഉള്ളിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെഡ് ലാൻഡിലാണ് പതിച്ചത്, അതായത് ഡ്രൈ ലാൻഡിലാണ് പതിച്ചത്. ആർക്കും ആൾനാശമൊന്നുമില്ല. അതിനെ തുടർന്നാണ് ഇസ്രായേൽ രാത്രി 12 സ്ഥലങ്ങളിൽ യമനിൽ ബോംബിട്ടത്. അതിലുപരിയായിട്ട് ഇന്നലെ ഡേ ടൈമിൽ ഹൂത്തികൾ മിസൈൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെ. അത് ബെൻ കുറിയൻ എയർപോർട്ടിന്റെ തൊട്ട് അടുത്ത് ട്രാക്കിലല്ല, ട്രാക്കിലുപരിയായിട്ടുള്ള ചില ഗ്രൗണ്ട് ഏരിയ, അതായത് ട്രാക്കിന്റെ സൈഡിൽ കിടക്കുന്ന ഡെക്കറേറ്റഡ് ഏരിയയിലാണ് ഇത് വന്ന് പതിച്ചത്. അപ്പൊ അത് ട്രാക്കിൽ വീഴാൻ വലിയ സമയതാമസമൊന്നുമില്ല. ആ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൂത്തികൾ സക്സസ്ഫുള്ളി നടത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ അറ്റൈൻമെന്റ് ബെൻഗുറിയൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ. ഇപ്പം ഒരു മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് പതിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കും. ഇത്രയും നാളും പതിക്കുന്നില്ല, അതുകൊണ്ട് പതിച്ചില്ല എന്ന് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ പതിച്ചപ്പോഴത്തേക്കും ഇസ്രായേൽ വളരെ തുറന്നു തന്നെ പറയുന്നുണ്ട് പതിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അതിനെ ഒരിക്കലും ഒളിച്ചു വെക്കത്തില്ല. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു മിസൈൽ പതിക്കുക എന്നുള്ളത് ഇസ്രായേലിനും കൂടെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഗ്ലോബലി എക്സ്പോസ് ചെയ്യാൻ പറ്റും, ഗ്ലോബലി ഈ തീവ്രവാദികളെ തുറന്നു കാണിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും അതിനെ ഹൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് ഇസ്രായേൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ചർച്ച നടക്കുന്നതിൽ ഓപ്പോസിറ്റ് പാർട്ടികളുണ്ട്, അതേപോലെ ഭരണകക്ഷിയുണ്ട്. ഇവരെല്ലാവരും നെസറ്റിൽ ഇരുന്ന് ചർച്ച നടത്തുന്ന സമയത്ത് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ആരോ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ, അയൺ ഡോം ഫെയിലിയർ, അമേരിക്കയുടെ THAAD സിസ്റ്റം ഫെയിലിയർ. 3 എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും ബ്രീച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ഉള്ളിൽ വന്ന് പതിച്ചത്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ വൻ വീഴ്ചയാണ്. ഇത് ആ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ കൺസിഡർ ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം തകൃതിയായിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു 3 എയർ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ ആയത്, എങ്ങനെയാണ് അവർ ബ്രീച്ച് ചെയ്തത്, ഇതിനെയാണ് ഇപ്പൊ ഇസ്രായേൽ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കി കാണുന്നത്. ഇപ്പം ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഒരു സെക്യൂരിറ്റി ഡൗട്ട്ഫുൾ ആയിട്ടാണ് പല രാജ്യങ്ങളും, അതേപോലെ തന്നെ പല എയർലൈൻ കമ്പനികളും ഇതിനെ ഇപ്പം വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എയർ ഇന്ത്യയൊക്കെ നിർത്തി വെച്ചിരിക്കും. എയർ ഇന്ത്യ ഇപ്പോഴും ടെലവിവിലേക്കുള്ള യാത്രാ സമയം ഇപ്പോഴും ചാർട്ട് ചെയ്തിട്ടില്ല. ഓൾറെഡി തന്നെ ഒരു തവണ പോയ ടെലവിവിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ വിമാനം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ റിട്ടേൺ വരികയാണ് ചെയ്തത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി പുതിയ സമയക്രമം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലിലേക്ക് അടുത്ത ട്രിപ്പ് ഉടനെ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പോലും ഇതുവരെ വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇതാണ് നിലവിലെ ഇസ്രായേലിന്റെ അവസ്ഥ. പക്ഷേ ഒരു സൈഡിൽ ഇസ്രായേൽ സിറിയക്കുള്ളിൽ ആക്രമണം നടത്തുന്നുണ്ട്, ലെബനാന്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ 5ാമത്തെ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഹമാസിന് പാകിസ്ഥാൻ ആയുധം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇന്റലിജൻസ് വിവരം ഇന്ത്യക്കും കൂടി ഈ ഒരു വിഷയം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആർട്ടിലറീസ് അതേപോലെ ഈ ഒരു യുദ്ധോപകരണങ്ങൾ ഹമാസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ ഇസ്രായേലിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹമാസ് ഓൾറെഡി തന്നെ അവർ ഈ ഒരു വെപ്പൺ ആയുധങ്ങളുമായിട്ട് തയ്യാർ നിലയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഒരു എയ്ഡ് ട്രക്കുകളൊക്കെ ഇസ്രായേൽ എന്തുകൊണ്ടാണ് നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരമാണ് ഇതിന്റെ കൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഈ ലൈനപ്പിൽ കിടക്കുന്ന ഗാസയ്ക്കുള്ളിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം തയ്യാറെടുത്ത് കിടക്കുന്ന ഈ എയ്ഡ് ട്രക്കുകളുടെ ഉള്ളിൽ ഏതിലൊക്കെയോ ഈ ആയുധങ്ങളുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഗാസയ്ക്കുള്ളിൽ പട്ടിണി കിടന്ന് ആൾക്കാർ മരിച്ചാലും വേണ്ടില്ല ഈ എയ്ഡ് ട്രക്കുകൾ അകത്ത് കടത്തിവിടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇനി ഏതൊക്കെ തുരങ്കങ്ങൾ ഈജിപ്തിൽ നിന്നും ഇതിലൂടെ തുരങ്കങ്ങളിലൂടെ എന്തെല്ലാം ആയുധങ്ങൾ കൊണ്ട് അകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ ഡൗട്ട്ഫുള്ളി തന്നെ നോക്കി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 5ാം ഘട്ട എക്സ്പാൻഷൻ ഗാസയ്ക്കുള്ളിൽ. ഓൾറെഡി തന്നെ 50% ഗാസ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അതിലുപരിയായിട്ട് 30% ഗാസ ഇസ്രായേലിന്റെ സർവൈലൻസിലുമാണ്. അപ്പൊ ഈ അവധിക്ക് പോയ ഈ ഒരു 60,000 മുതൽ 80,000 ഭടന്മാരെ തിരിച്ചു വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ എക്സ്പേർട്ടുകളാണ്. അവരാണ് തുടരെ ഈ ഒരു ഗാസയിൽ ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയത്. ആ മുന്നേറ്റം നടത്തിയ ഈ ഭടന്മാർക്കാണ് അവധി കൊടുത്തത്. ആ അവധി കൊടുത്ത ആൾക്കാരെയാണ് വീണ്ടും തിരിച്ചു വിളിക്കുന്നത്. കാരണം അവർ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഗാസയിലെ 5ാമത്തെ ഓപ്പറേഷൻ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ഇനി ഉടനെ തന്നെ ഗാസയ്ക്കുള്ളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടാവും. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, ഹമാസ് പറഞ്ഞൊരു ഓപ്ഷൻ. ഇസ്രായേൽ പറഞ്ഞത് നിങ്ങൾ എല്ലാ ബന്ദികളെയും വിട്ടയക്കൂ, ഞങ്ങൾ നിശ്ചിത തോതിൽ ഞങ്ങൾ പറഞ്ഞ പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്.
പക്ഷെ അതിനോടൊപ്പം ഹമാസ് ഒരു പോയിന്റ് കൂടെ ചേർത്ത് വെച്ചു. എന്താണ്? അതായത് നിങ്ങൾ ഈ ഗാസയ്ക്കുള്ളില് IDF-ഉമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിലും ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ പിൻവലിക്കണം. അതോടൊപ്പം 5 വർഷത്തേക്ക് ഹമാസ് ഇതേ നിലയിൽ ഇലക്ഷൻ ഒന്നും നടത്താതെ ഇതേ രീതിയിൽ ആയുധങ്ങളുമായിട്ട് 5 വർഷത്തേക്ക് വരുന്ന 5 വർഷത്തേക്ക് ഗാസയ്ക്കുള്ളിൽ ഹമാസ് തുടരും. ഇതാണ് ഹമാസ് വെച്ച നിർദ്ദേശം. ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവണമെങ്കിൽ ഇസ്രായേലിൽ ഉള്ളത് പൊട്ടന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ അവർ ഇത് അംഗീകരിക്കുകയുള്ളൂ. ഹമാസിനെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രമാത്രം അവർ ബന്ദികളെ പോലും മൈൻഡ് ചെയ്യാതെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ. ഇതുകൊണ്ടാണ് ഈ ഒരു ഹമാസ് ഇസ്രായേൽ ഈ ഒരു മീഡിയേഷൻ തന്നെ ഒരു ചർച്ചയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പകുതി വഴിക്ക് സ്ട്രക്കായി നിന്നത്. ഹമാസിന് 5 വർഷത്തെ ബഫർ ടൈം വേണം. അവിടെ ഇരുന്ന് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി പഴയതുപോലെ ഈ ഒരു തുരങ്കങ്ങളൊക്കെ ഒന്ന് പുതുപ്പിച്ച് റെഡിയാക്കി അവിടെ താമസിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു 5 വർഷത്തെ ടൈം ചോദിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ ഗാസയിൽ സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേൽ 2 ടാക്ടിക്സ് ആണ് എടുത്തത്. ആ 2 ടാക്ടിക്സിൽ ഒന്നാണ് ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ. അമേരിക്കയെ വെച്ചിട്ട് ന്യൂക്ലിയർ ഡീൽ ഇറാനുമായിട്ട് സംസാരിച്ച് ഇറാനെ ഇങ്ങനെ വലിച്ചഴിച്ച് അവരെ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു പ്രോക്സി വാറിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിൽ, ഗാസയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇറാന്റെ സ്വന്തം കാര്യം നോക്കട്ടെ എന്നുള്ള നിലയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ ഡീലുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അത് വലിച്ചഴിച്ച് കൊണ്ടുപോയെങ്കിലും ഇപ്പൊ ഈ ഒരു 3ാം ഘട്ട ചർച്ച കഴിഞ്ഞ ശനിയാഴ്ച നടക്കാനിരുന്ന ആ ഒരു ചർച്ച അവിടെ നടന്നില്ല. അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആ അവസ്ഥയിൽ എത്തിപ്പെട്ടത്. അത്രയും കാലം ഇറാനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഫോക്കസ് ചെയ്ത് ഇസ്രായേൽ. അമേരിക്ക ചർച്ച നടത്തിയാലും അതൊക്കെ ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ്. ഇസ്രായേലാണ് അത് നടത്തുന്നത്. പിന്നെ മറ്റൊരു സൈഡിൽ ലെബനാന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്ബുള്ളയെയും ഒരു സൈഡിൽ വലിച്ചങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതായത് ലെബനാൻ ഗവൺമെന്റിനെ വെച്ചിട്ട് ഹിസ്ബുള്ളയുടെ മേളിൽ പ്രഷർ ഇട്ട് നിങ്ങൾ ആയുധം താഴെ വെക്കണം എന്നുള്ള നിലയിൽ ഒരു പ്രഷർ ഇട്ടുകൊണ്ട് അവരെയും മാറ്റി നിർത്തി. എന്നിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഗാസയെ ഫോക്കസ് ചെയ്ത് അതിനെ സൈലന്റ് ആക്കി. അതായത് അത് വലിയ ഗ്ലോബൽ ചർച്ചയാവാണ്ട് ഗാസയ്ക്കുള്ളിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇസ്രായേൽ കയറി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഒരു ചെറിയ അയവ് വന്നത് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ടാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങളൊന്നും നടത്താതെ ഇസ്രായേൽ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഹമാസിന്റെ വായിൽ നിന്നും ഇങ്ങനെ 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള സമയം വേണമെന്ന് ചോദിച്ചത്. വീണ്ടും ചടപടാന്ന് ഉണർന്നെഴുന്നേറ്റ് ഇസ്രായേൽ വീണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ എന്തായാലും ഹൂത്തികൾക്കുള്ള തിരിച്ചടി ഉടനെ തന്നെ ഇസ്രായേൽ കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോ ഇന്ന് രാത്രിയൊക്കെ അതായത് ഈ ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച ആ ഒരു രാത്രിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനിയിപ്പോ നേരം വെളുത്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും തകൃതിയായിട്ടുള്ള ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ വളരെ ശക്തമായിട്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ ഇറാനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. കാരണം ഇറാനാണ് ഇതിന്റെ ഉത്തരവാദി. ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് ഹൂത്തി ആയിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് ഇറാൻ ആണെന്നുള്ള ഒരു അലിഗേഷൻ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഇറാന്റെ മേളിലേക്ക് വെച്ച് കെട്ടാനും ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാഷ് ഉണ്ടായാൽ ഇസ്രായേലും കൂടെ ചേർന്ന് ഇറാനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താണ്, ഇറാന്റെ ന്യൂക്ലിയർ സ്പോട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാക്ക് ചെയ്താൽ എന്താണെന്നുള്ളൊരു സാധ്യത ഈ ഒരു ഹൂത്തികളുടെ കയ്യിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം, അതായത് ഈ ഒരു ബെൻ കുറിയൻ എയർപോർട്ടിൽ നടന്ന ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനെ ഇറാനെതിരെ എങ്ങനെ തിരിച്ചുവിടാം, ഇറാന്റെ നെറ്റാൻസിലുള്ള ആ ഒരു ന്യൂക്ലിയർ സ്പോട്ടിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇറാനെതിരെ തിരിയാനുള്ള മാർഗമായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുക എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.